പെൺമനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി സ്വകാര്യ ബസ്സിലെ വനിതാ കണ്ടക്ടർ അന്ന ജോസഫ്. പെട്ടെന്നൊരു ദിവസം സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായി ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ യാത്രക്കാർ ആദ്യമൊക്കെ ഞെട്ടി. പോകെ പോകെ ആ ഞെട്ടലങ്ങ് മാറി അതൊരു ശീലമായി. ബസ്സിലെ യാത്രക്കാരായ പ്രായമായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ അതൊരു ധൈര്യമായി. പറഞ്ഞു വരുന്നത് അന്ന എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് അന്ന ജോസഫ്. 2 വർഷമായി പുരുഷന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ മേഖലയിൽ വിജയകരമായി മുന്നേറുകയാണ് കറുകച്ചാൽ സ്വദേശിയായ അന്ന. സ്വകാര്യ ബസ്സിലെ വനിതാ കണ്ടക്ടർ അന്ന ജോസഫ്. സ്വാഗതം പെൺമനസ്സിലേക്ക്. അധികം ആരും തിരഞ്ഞെടുക്കാത്ത ഈ ജോലി തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? വഴി വെട്ടി തെളിച്ചു വരുന്നതാണല്ലോ ഒരു ഇത്. അപ്പം പെണ്ണുങ്ങൾക്ക് ഇന്ന ജോലി പ്രവേശിക്കാൻ പറ്റില്ല എന്നൊരു അടിച്ചമർത്തലുണ്ട്. അതുകൊണ്ട് അതിനെ ഒന്ന് മാറ്റി തിരുത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കാക്കിയിട്ട് ഫുട്ബോളിൽ നിന്നിട്ട് ബെല്ലടിച്ച് ആൾക്കാരെ അത്രയും പേരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആണ്. ഭയങ്കര ഒരു റിസ്ക് ആണ്, അതൊരു ടാസ്ക് ആണ്. അപ്പൊ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം. പിന്നെ പണ്ട് തൊട്ടേ വാഹനങ്ങളോടും യാത്രകളോടും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇഷ്ടം ഇതാക്കി ഇപ്പൊ ഇതുവരെ എത്തി നിൽക്കുന്നു. ഈ മെഷീനിലാണല്ലോ ടിക്കറ്റ് അടിക്കുന്നത്, അതൊക്കെ പഠിച്ചെടുക്കാൻ എത്ര സമയം എടുത്തു? എനിക്കൊരാഗ്രഹം പറഞ്ഞപ്പം അതാരെ പഠിപ്പിച്ചേ? എന്റെ ആശാൻ ശ്രീജിത്ത് എന്ന് പറയും. എനിക്ക് വണ്ടി ആദ്യം വിട്ട് തന്നത് ആനാട്ടിൽ മോട്ടോഴ്സിലെ സുരേഷ് ചേട്ടനാണ്. പോയി ഞാൻ 2 ആഴ്ചക്കകം തന്നെ കാര്യങ്ങളെല്ലാം പഠിച്ചു, പോയിന്റുകളെല്ലാം പഠിച്ചു. ആ വഴിക്ക് ഞാൻ ആദ്യം ഇതാക്കി. പിന്നെ 1 മാസത്തോളം പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഡ്യൂട്ടി എടുക്കുന്ന പോലും നമ്മുടെ റാന്നി എത്തിക്കേ വഴിക്ക് സൂര്യ എന്ന് പറയുന്ന ബസ്സിലാണ്. ശ്രീജിത്തിന്റെ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു ഇത്രത്തോളം എന്നെ ആക്കി നിർത്തിയിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഒരു ബസ്സിലാണോ പോകുന്നത്, അതോ വേറെ വേറെ ബസ്സുകളിൽ വർക്ക് ചെയ്യാറുണ്ടോ? അല്ല, ഇടയ്ക്ക് ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോവാറുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പം ഏകദേശം 7 മാസമായിട്ട് മോർണിംഗ് സ്റ്റാർ മോട്ടോഴ്സിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നു? 2 വർഷം അടുത്താവാറായി. 2 വർഷം ആകാറായി. അപ്പൊ എങ്ങനെയാ സഹപ്രവർത്തകരുടെ ബസ് ഓണേഴ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെ? കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഓണേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ട്. ഒരു പെണ്ണാണെന്നുള്ള ഒരു മാറ്റി നിർത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ തരേണ്ട മുൻഗണനയും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ രീതിയിലും. എല്ലായിടത്തും നമുക്കൊരു പിന്നെ ഏതൊരു മേഖലയിൽ ഇറങ്ങിയാലും നെഗറ്റീവിനുള്ള ആൾക്കാരുണ്ട്, ഒരു കൂട്ട സമൂഹമുണ്ട്. അത് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് അതൊരു സൈഡ് നടക്കട്ടെ, നമ്മുടെ ജോലി നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നു. നമ്മൾ നോക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർമാർ കുറവാണെന്നുള്ള സ്ത്രീകള്, KSRTC ബസ്സിൽ ഇഷ്ടംപോലെ സ്ത്രീകൾ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും അധികം പ്രൈവറ്റിലേക്ക് വരാത്ത? എന്തുകൊണ്ടായിരിക്കും? സുരക്ഷാ പ്രശ്നങ്ങളോ എന്തെങ്കിലും? അതുണ്ട്. കാരണം KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ സ്ഥാപനം, ഒരു സർക്കാരിന്റെ കീഴിലുള്ളതാകുമ്പം അവിടെ ആനുകൂല്യങ്ങളും സുരക്ഷകളും ഒക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടുപ്പം തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്ക് ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ KSRTC ആയിട്ടുള്ള ഒരുപാട് പിടുത്തവും കാര്യങ്ങളും, ടൈം അഡ്ജസ്റ്റ്മെന്റ്, കളക്ഷൻ നോക്കണം. പിന്നെ പല സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും, അതൊക്കെ മാനേജ് ചെയ്യണം. ഇപ്പം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മൾ അതുപോലെ ഇതാക്കിയാൽ മാത്രമേ ഈ ഒരു മേഖലയെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്ര ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട ഒരിത്, ആ ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും മേ ബി KSRTC പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കുറച്ചുകൂടി ഒരു ഫീൽ ഉണ്ട്. അപ്പൊ പിന്നെ അവർക്ക് ജോലി അവരുടെ ചെയ്യേണ്ട ഇത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു സേഫ് ആയിട്ടൊരു സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കാം. നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് എത്ര ആള് കൂടിയാലും നമ്മൾ അവിടെ തന്നെ നിൽക്കണം. നമ്മൾ എത്രയും പേരെ അതായത് ഒരു 1000 പേര് നമ്മൾ ഡെയിലി കണ്ടു പോകുന്ന ആൾക്കാരെ. അപ്പൊ ഈ 1000 പേർക്കും പല സ്വഭാവക്കാരാണ്. അപ്പൊ അവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭയങ്കര ഒരു ഇതാണ്. കാരണം ഓരോ സ്വഭാവമുള്ള ഒരു നമ്മള് മറുത്ത് പറയേണ്ടതുണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങനെ തന്നെ പറയും. ആ ഒരു തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇതില് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടക്ടർ
കണ്ടക്ടറായി ജോലി ചെയ്യണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ സുരക്ഷ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആദ്യം വീട്ടിൽ നിന്ന് ഉൾപ്പെടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെന്ന് അന്ന പറയുന്നു. എന്നാൽ അവയൊക്കെ മറികടന്ന് തന്റെ ഇഷ്ടമേഖലയിലേക്ക് അന്ന എത്തുകയായിരുന്നു. തനിക്ക് ഏറ്റവും സുരക്ഷിതമായി തന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും അന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നു. ബസ്സിൽ ഒരുപാട് തിരക്കുള്ള സമയങ്ങളുണ്ടാവും, കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോറയിൽ സ്റ്റാഫുകളെ നിർത്തുമായിരുന്നു. എനിക്കൊന്ന് കൊറോണ കഴിഞ്ഞ പിന്നെ ചില ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ ഡോറിലാണ്. അപ്പൊ അതും കൂടെ നോക്കണം. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാ? ഇനിയിപ്പം സ്കൂൾ തുറക്കുമ്പം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കണം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. കണ്ടക്ടർ തന്നെ നോക്കണം. കണ്ടക്ടർ എല്ലാം നമ്മൾ ഡോറും നോക്കണം, ആള് കയറുന്നതും എല്ലാം ടിക്കറ്റ് കൊടുക്കുന്നതും എല്ലാം മാനേജ് ചെയ്യണം. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. ഡ്രൈവർക്ക് വണ്ടി ഓടിക്കുക, റോഡ് സുരക്ഷ അവർ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി പൂർണ്ണ ഉത്തരവാദിത്തം മൊത്തം യാത്രക്കാരുടെ സുരക്ഷ മൊത്തം നമ്മുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് കുട്ടികളോട് പറയാനുള്ള അവരവരുടെ സുരക്ഷ അവരവരെ നോക്കുക. പിന്നെ ഫുട്ബോളിൽ നിന്നിട്ട് കഴിവതും യാത്ര ചെയ്യാതിരിക്കുക. കാലാകാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഫുട്ബോളിൽ നിന്നിട്ട് യാത്ര ചെയ്യാതിരിക്കുക, അതുപോലെ കൈയും തലയും പുറത്ത് ഇടാതിരിക്കുക. പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിള്ളേർക്ക് പിള്ളേരുടെ ഒരു ലോകമാണ്. പക്ഷെ നമ്മളെ അനുസരിക്കുകയല്ല അവര്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരും. നാളെ പിന്നെ വലിയൊരു പരാതിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് വേറൊരു റിസ്ക് ആണ്. സെക്യൂരിറ്റിക്കാണെങ്കിലും പറഞ്ഞു പോയി കഴിയുമ്പോൾ വലിയ വിഷയമായിട്ട് നാളെ പിന്നെ കൊടി കുത്താൻ വേണ്ടി വണ്ടിക്ക് മുന്നിൽ വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ അവർക്കൊരു ആക്സിഡന്റ് പറ്റാൻ നമ്മുടെ ലൈസൻസിനെയാണ് ബാധിക്കുന്നത്. നമ്മൾ ഈ ഒരു കമ്പിമേ തൂങ്ങിയിട്ടായിരിക്കും നമുക്ക് 1000 രൂപ ഒരു ദിവസം കിട്ടുന്നത്. ഓൾമോസ്റ്റ് 12 മണിക്കൂറോളം നമ്മൾ റോഡിൽ തന്നെയാണ്. 12 മണിക്കൂറൊക്കെ ജോലി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് ഓരോ വണ്ടിയുടെ ടൈമിംഗ് അനുസരിച്ച് ഏകദേശം ഒരു 12 മണിക്കൂറോളം റോഡിൽ തന്നെയാണ് നമ്മൾ. അപ്പൊ അങ്ങനെ അത്ര ഇതായിട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അപാകത പറ്റരുതെന്നുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. പക്ഷേ നമ്മുടെ യാത്ര ചെയ്യുന്നവരുടെ ഒരു സഹകരണം കൂടെ വേണം ഇതിന്. തീർച്ചയായിട്ടും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടി ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്കതൊരു അഡ്ജസ്റ്റ് ആയി പോകാൻ പറ്റത്തുള്ളൂ. ഇല്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ പിന്നുള്ള ഒരു സ്വഭാവം എടുക്കാന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ ഭയങ്കര അതിലെ കണ്ടക്ടർ ഉണ്ടില്ലേ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേരെ പറ്റി അങ്ങനെ നെഗറ്റീവ് ഒരാളാൾ ചീത്ത പറയുന്നത് അങ്ങനെ പറയുന്നു. പക്ഷെ അത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഒരാളും പറയണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല, സാഹചര്യം വരുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഈ ബസ്സിനകത്തൊക്കെ നമുക്ക് സ്ത്രീകൾക്കെതിരെയൊക്കെയുള്ള അബ്യൂസിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി കണ്ടക്ടറായിട്ടുള്ളത് ഒരു സേഫ്റ്റി ആയിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ തോന്നാറുണ്ട്? അവരെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ? ഒത്തിരി ചേച്ചിമാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പേടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോർണിംഗ് സ്റ്റാറിനെ സംബന്ധിച്ച് രാത്രി 10 മണിയാവും സർവീസ് തീരുമ്പം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവർ പറയുന്നതെന്നു വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തുറന്ന് പറയാൻ ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ എല്ലാവരുടെ അടുത്ത് ഞാൻ അതുപോലെയാണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരുടെ അടുത്ത് ഹായ് ബൈ വെച്ചാൽ കോമൺ ആയിട്ട് എല്ലാ ദിവസവും കയറുന്ന ചേച്ചിമാരുണ്ട്. അവരോട് നമ്മൾ തമാശയൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പേടിക്കാതെ യാത്ര ചെയ്യാമല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമല്ലോ. പിന്നെ വൈകിട്ടത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വെള്ളം അടിച്ചിട്ട് കയറുന്ന അച്ചാച്ചന്മാരും അപ്പാപ്പന്മാരും ഒക്കെ ഉണ്ടാവും. പിന്നെ അതിനകത്തും വിളച്ചിൽ കാണിക്കാൻ വരുന്നവരുണ്ടാവും. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ ഒരു ജാടയിൽ നിന്നിട്ടേ കാര്യമുള്ളൂ. സ്വാഭാവികമായിട്ട് അവർ നമ്മളെ കാണുമ്പോൾ തന്നെ പറയും ആ കൊച്ചു വരുന്നുണ്ട്, വേണ്ട 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 ആ ഒരു ഇതിന് കയറി നിന്നേക്കാം എന്നുള്ള ഇതിന് അവർ സഹകരിച്ച് തരാറുണ്ട്. അങ്ങനെ ആരും ഇതുവരെ മോശമായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. രാവിലെ എത്ര മണിക്ക് ഡ്യൂട്ടി തുടങ്ങുന്നത്? 10 മണിയൊക്കെ കഴിഞ്ഞാണ് ഓട്ടം തീരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഫുഡ് കഴിപ്പ് അതൊക്കെ എങ്ങനെയാ നടക്കുന്നത്? അത് ആ വണ്ടിയുടെ ഓട്ടം രാവിലെ തുടങ്ങുന്നത് 7:50 ആവും തുടങ്ങുമ്പോൾ, വൈകിട്ട് 9:50 ആവും എരുമേലി തീരുമ്പോഴത്തേക്കിന്. പിന്നെ ഓരോ വണ്ടിക്കും ഓരോ അതിന്റെ ലൈൻ അനുസരിച്ചിട്ടായിരിക്കും. ചില വണ്ടി 8 മണിക്ക് തുടങ്ങുന്നുണ്ട്, 7:30 തുടങ്ങുന്നുണ്ട്, 6:30 തുടങ്ങും. അപ്പൊ 6:30 തുടങ്ങുന്ന വണ്ടികൾ ചിലപ്പോൾ 7 മണിയാകുമ്പോൾ 6:30 തീരുന്ന വണ്ടികളാണ്. ഇവിടെ അത്ര ലേറ്റ് ആയിട്ട് തുടങ്ങുന്നതുകൊണ്ടാണ് ആ ഒരു ഇതില്. ഫുഡ് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ടൈമിങ്ങിന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അത് ബസ് റണ്ണിങ്ങിൽ നമുക്ക് ഓരോ സ്റ്റാൻഡിലും ചെല്ലേണ്ട ടൈമുണ്ട്. ആ ടൈമിനനുസരിച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്തൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ഇറങ്ങിയ ഒരു മേഖലയിൽ എന്ത് വന്നെന്ന് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോകും. അപ്പോൾ ആദ്യമായിട്ട് ബസ്സിലൊരു പെൺകുട്ടിയെ കണ്ടക്ടറായിട്ട് കണ്ടപ്പോൾ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അല്ലെ സഹപ്രവർത്തകർ ആദ്യമായിട്ട് കയറിയപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു
ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാരും അന്തിച്ചിങ്ങനെ നോക്കും, ഇന്നയാളോ എന്ത് അങ്ങനെ ഒരു ഇത് ചെറിയ കുട്ടിയാണല്ലോ. നമ്മുടെ ഈ ഒരു സൈഡിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു അതിശയമായിരുന്നു. അപ്പം വണ്ടി ടിക്കറ്റ് തരാൻ വരുന്നത് ചിലപ്പോ ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും, ഇത് KSRTC ആണോ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയാം, അല്ല മച്ചി പ്രൈവറ്റാന്ന് പറയുന്നത്. പ്രൈവറ്റിലും പെൺപിള്ളാരോ വരട്ടെ, ഒരുപാട് അപ്രിസിയേഷൻ കിട്ടാറുണ്ട്. പറയുന്നത് ഒരുപാട് പേര് പറയുന്നത് പെൺപിള്ളാർ ഇങ്ങനെയുള്ളതിലൊക്കെ ഇറങ്ങട്ടെ, അവർക്ക് ഒരു തന്റേടം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടാറുണ്ട്. അങ്ങനെ ആരും മോശം പറയാറില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എല്ലാ വേദികളിലും ഉണ്ടാവും ഇങ്ങനെ ഇതിനു വേണ്ടി അടിച്ചമർത്താൻ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ എല്ലാവർക്കും ചെവി എടുക്കാൻ പോയാൽ അതിനെ നേരം കാണുള്ളൂ. ഇപ്പോൾ അന്യോട് ഏതെങ്കിലും ഒരു പെൺകൊച്ച് പറയുക, എനിക്ക് ബസ് കണ്ടക്ടർ ആകണമെന്ന് ആഗ്രഹം, പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ആകണമെന്ന് ആഗ്രഹം, എന്നായിരിക്കും പറയുന്നത്? എന്നോട് ചോദിച്ചവരുണ്ട്, ഞാൻ അതിന് വേണ്ടുന്ന പ്രതിവിധി പറഞ്ഞു കൊടുത്തവരുണ്ട്. ലൈസൻസ് എടുക്കേണ്ട എങ്ങനെയാണ്, ഇതിന് ലൈസൻസ് വേണോ എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഞാൻ പറയേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മേഖലയിലോട്ട് വരാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓരോ ജോലി അല്ലെ ഇന്നതേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊന്നുമില്ല. അതാണായാലും പെണ്ണായാലും എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പിന്നെ നമ്മുടെ തൻ്റെ ഇടം, നമ്മുടെ ആ ഒരു ഇത് പവർ അതൊരു കീപ്പ് ചെയ്ത് നമ്മൾ ആൾക്കാരോട് നമ്മളെ പെരുമാറുന്ന രീതി അതൊക്കെ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോലി ഭയങ്കര ഒരു മൊമെന്റ് തരുന്ന ഒരു ജോലി തന്നെയാണ്. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ നമുക്കറിയാം മഴക്കാലമാണ്. അപ്പൊ ആ ഒരു സമയമാണോ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് യാത്രക്കൊക്കെ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റോഡിന്റെ സാഹചര്യം നമ്മൾ നോക്കണം. ചില റോഡ് പണിയിൽ തന്നെ ഈ ഗ്ലേസിംഗ് ആയിട്ട് കിടക്കുമ്പം നമുക്ക് ചിലപ്പം സമയമില്ലായിരിക്കും. നമ്മൾ 1 മിനിറ്റിന് അല്ലെങ്കിൽ 2 മിനിറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പായുന്നത്. അപ്പം ഈ സ്കൂൾ പിള്ളേരും എല്ലാവരും കൂടി കയറി കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. കാരണം അവരെ കൊണ്ടുപോയില്ലെങ്കിൽ അത് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് കളക്ഷനിലും വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ മഴ സമയത്ത് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുകയും ആൾക്കാരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അവധിയൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്? അത് എനിക്കിഷ്ടമുള്ള സമയത്ത് എനിക്ക് വേണം എന്ന് തോന്നുമ്പം എനിക്ക് കിട്ടാറുണ്ട്. മുതലാളി അതിനോട് യോജിക്കാറുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഭയങ്കര ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ആശങ്ക പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാവും. എങ്ങനെയാ പറഞ്ഞു? അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭൂരിപക്ഷം ആൾക്കാരും സ്ത്രീകളാണ് കൂടുതലും ബസ് യാത്ര ചെയ്യുന്ന ആൾക്കാരെ. പക്ഷെ അതിനെ നമ്മളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കും. പിന്നെ ഇങ്ങനൊരു ഫ്രീ സർവീസ് കൊടുക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് അവർക്ക് കിട്ടും. പക്ഷെ നമ്മുടെ സമയത്തിനും അവരുടേതായ സമയങ്ങൾക്കും അവരുടേതായ കാര്യങ്ങൾക്കും ഒക്കെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ബസ്സിനെ തന്നെ അവർ ആശ്രയിക്കത്തുള്ളൂ. അത് കൈവിടത്തില്ലെന്നൊരു വിശ്വാസത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു. അതെ. ഇത്രയും കാലം ഈ ജോലി ചെയ്തതിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? നല്ല അനുഭവമാണ്. നല്ല അനുഭവം പറഞ്ഞു. നല്ല അനുഭവം ആണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലാസ്റ്റ് ആയിട്ടുണ്ടായ ഒരു പ്രായമായ അമ്മച്ചി ഒരിടത്തുനിന്ന് കയറി. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു ടിക്കറ്റ് കൊടുക്കുക ഞാൻ. അപ്പം 30 രൂപ ചാർജാണ്. അപ്പം പേഴ്സ് നോക്കിയപ്പോൾ ബാഗിൽ പേഴ്സ് ഇല്ല. അയ്യോ മോനെ എൻ്റെ പൈസ ഇല്ല, എന്നെ ഇവിടെ ഇറക്കിയേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട അമ്മച്ചി ഇവിടെ ഇരുന്നു. ഞാൻ ടിക്കറ്റ് കൊടുത്തു, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. മോനെ പൈസ തന്നില്ല. സാരമില്ല അമ്മച്ചി ഇരുന്നോളാൻ പറഞ്ഞു. ഇറങ്ങാൻ നേരത്ത് അമ്മച്ചി ഭയങ്കര ഒരു താങ്ക്സും ഒരു അനുഗ്രഹവും ഒക്കെ തന്ന് ഒരു അപ്രിസിയേഷൻ തന്നിട്ട് ഇറങ്ങിപ്പോയി. മോൻ എല്ലാ നന്മകളും വരുമെന്ന്. അപ്പൊ അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു മൊമെന്റ് ആണ്. പിന്നെ ഒത്തിരി പേര് ഇഷ്ടപ്പെട്ട ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായാലും നമുക്ക് കൊണ്ടുതരികയും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുതരികയും അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. എന്താ പഠിച്ചതൊക്കെ? എന്താ? ഞാൻ +2 കഴിഞ്ഞ് ഡിപ്ലോമ പഠിച്ച് ആനിമേഷൻ. എന്നിട്ട് ആ ഫീൽഡിലേക്ക് പോകാത്ത എന്താ? അത് കഴിഞ്ഞ് ഞാൻ പോയില്ല. പിന്നെ GST ജോലി ചെയ്തായിരുന്നു കുറച്ച് നാള്. പിന്നെ അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് ഒരു വണ്ടിപ്രാന്തിലോട്ട് വന്ന് ആ ഒരു ഇതിലേക്ക് വന്നത്. ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത്? ആരാ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്? ആരെങ്കിലും സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സപ്പോർട്ടായിട്ടല്ല, ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ റീല് കാണുകയൊക്കെ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ശ്രീജിത്ത്, അവനുമായിട്ട് ഏകദേശം ഒരു 12 വർഷത്തെ പരിചയമാണ്. ഇങ്ങനെ വണ്ടിക്കഥകളൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കുമ്പം നിനക്ക് പഠിക്കണോ എങ്കിൽ നീ പോരെ എന്ന് പറഞ്ഞ് ആ ഒരു സപ്പോർട്ടിൻ പുറത്താണ് ഇറങ്ങിയത്. വീട്ടില് കണ്ടക്ടർ ആകാൻ പോവാന്ന് പറഞ്ഞപ്പം എന്നായിരുന്നു വീട്ടുകാർ പറഞ്ഞത്? ആദ്യം എതിർപ്പായിരുന്നു. സ്വാഭാവികം. അതെ, ആദ്യം എതിർപ്പായിരുന്നു. സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഒരു വാശിയായിരുന്നു.
ഇത് ആവണം അല്ലെങ്കിൽ എനിക്ക് പോകണം, ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ അവരെ എതിർത്തെങ്കിലും ഇപ്പം ഭയങ്കര സപ്പോർട്ടാണ്. രാവിലെ എന്നെ വിടാനും അല്ലെങ്കിൽ ഭക്ഷണം എത്തിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അപ്പനും അമ്മയും അനിയനും എല്ലാം സപ്പോർട്ടാണ്. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്? പപ്പ, മമ്മി, അനിയൻ. ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്? പപ്പ കൺസ്ട്രക്ഷൻ വർക്കാണ്, അമ്മ വീട്ടിൽ തന്നെ, പിന്നെ അനിയൻ ഡ്രൈവറാണ്. ഓക്കെ. ഡ്രൈവർ, അനിയൻ ഡ്രൈവറാന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് അറിയാവോ? ബസ് ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓടിച്ചു നോക്കിയിട്ടുമുണ്ട്. ലൈനിലോട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ, അതിനൊരു സമയം ആവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? പ്രതീക്ഷിക്കാം, വളയിട്ട കയ്യിലെ വളയെന്നൊക്കെ. അതെ. ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന മോർണിംഗ് സ്റ്റാർ ബസ് ഉടമ സോണി ജെയിംസിന്റെയും സഹപ്രവർത്തകരുടെയും യാത്രക്കാരുടെയുമെല്ലാം അകമഴിഞ്ഞ പിന്തുണയും അന്നയുടെ ധൈര്യവും പ്രചോദനവും ഒക്കെയാണ്. അങ്ങനെ ഹാപ്പിയായി അന്ന എന്ന മിടുക്കിയുടെ ബസ് യാത്ര തുടരുന്നു. പെൺമനസ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.